അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ അതോ നിരാശയാണോ? നിരാശയാണെങ്കിൽ നിങ്ങൾ പോയി വല്ല ഹോൾസെയിൽ കട എന്തെങ്കിലും ഇപ്പോൾ തട്ടുകടയൊക്കെ തുടങ്ങുകയാണ് നല്ലത്. എന്താ സംഭവം? നിങ്ങൾക്ക് മരമറിയാതെ കൊടിയിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ മരമറിയാതെ കൊടിയിടുമെന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വിഷയബന്ധിയായിപ്പോയി, വ്യക്തിബന്ധിയല്ല. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയല്ല. നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ട് ദൈവത്തെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റണം. അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇതെല്ലാം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് എന്താ പറയണത്, ഞാൻ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞില്ല സാക്ഷ്യം പറഞ്ഞിട്ട് പോണത്. എനിക്ക് ഇനിയും പറയാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞു പോണത്.